കണ്ണൂരിൽ നിന്നൊരു വാർത്ത. ബിഷപ്പ് ഹൗസിൽ കയറി വൈദികനെ കുത്തി പരിക്കേൽപ്പിച്ചു. ഈ പ്രതി പോലീസ് അറസ്റ്റിലായി. കാസർഗോഡ് സ്വദേശി മുഹമ്മദ് മുസ്തഫയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. പരിക്കേറ്റ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ മനുഷ്യൻ, പുള്ളി നേരത്തെ ക്രിസ്ത്യാനി ആയിരുന്നു. 20 കൊല്ലം മുമ്പ് മതം മാറിയതാണ്. പിതാവ് സാധാരണ രീതിയിൽ ആരെങ്കിലും സഹായത്തിന് വന്നാൽ എൻ്റെ അടുത്തേക്കാണ് പറഞ്ഞു വിടുക. അപ്പോൾ ഇപ്പോൾ ചേട്ടമ്പാ നമുക്ക് ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്ക് ചായ ഒന്നും വേണ്ട, എനിക്ക് വെള്ളം മതി എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു. എന്നാലും ഞാനൊരു 1000 രൂപ കൊടുത്തു. നിങ്ങൾ വന്നതല്ലേ, അപ്പോൾ ആ വൗച്ചറൊന്ന് ഒപ്പിടാൻ പറഞ്ഞു. അപ്പോൾ അയാൾ മേശയ്ക്ക് അപ്പുറപ്പുറമായിരിക്കുന്ന ഞങ്ങൾ അങ്ങനെ നിൽക്കണം. പെട്ടെന്ന് പുള്ളി മൂവ് ചെയ്ത് ഈ കത്തി കൊടുത്ത് കുത്ത് നടത്തി. കണ്ണൂരിൽ നിന്ന് അരുൺ ഭൂപറമ്പ മറ്റു വിവരങ്ങൾ നൽകും. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, എന്താണ് ശരിക്കും സംഭവിച്ചത്? SK, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ ആ കണ്ണൂർ ബിഷപ്പ് ഹൗസിലേക്ക് ഈ മുഹമ്മദ് മുസ്തഫ എത്തുന്നു. അവിടെ ധനസഹായം ചോദിച്ചാണ്, ബിഷപ്പിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ ബിഷപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഫാദർ അവിടെ എത്തിയതിന് ശേഷം ആ ബിഷപ്പിനെ ആദ്യം കാണുന്നു. അതിനുശേഷമാണ് ഈ ധനസഹായം എന്താണ് കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി ഈ ഫാദർ, ഈ പരിക്കേറ്റ ഫാദറിൻ്റെ അടുത്തേക്ക് ബിഷപ്പാണ് അയക്കുന്നത്. അങ്ങനെ ഈ ഫാദറുമായി അവിടെ ഓഫീസിൽ നിന്ന് സംസാരിക്കുന്നു. അതിനിടെ പറഞ്ഞത് ഈ ബിഷപ്പ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു വൈദികനുണ്ട്. ആ വൈദികൻ 40 വർഷം മുമ്പ് തന്നെ ജോലി ചെയ്യിപ്പിച്ച് പണം നൽകിയില്ല, അതിൻ്റെ കൃത്യമായ ജോലി ചെയ്ത പണം നൽകിയില്ല, ആ പണം എനിക്ക് തിരിച്ച് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മുഹമ്മദ് മുസ്തഫ വന്നത്. അതിൽ മുമ്പ് കോടതി സമീപിക്കുകയും കോടതി ആ പരാതിയൊക്കെ തള്ളുകയൊക്കെ ചെയ്തതാണ്. ആ പണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇവർ അതിൽ മറുപടി നൽകി, അങ്ങനെ പണം നൽകാൻ കഴിയില്ല, ആ ഫാദർ ഇപ്പോൾ, ആ വൈദികൻ ഇപ്പോൾ ഇവിടെ ഇല്ല, മുമ്പ് തന്നെ ഇവിടുന്ന് ഈ ബിഷപ്പ് ഹൗസിൽ നിന്ന് പോയി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അത് സമ്മതിക്കാൻ തയ്യാറായില്ല. അവസാനം 1000 രൂപ ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു 1000 രൂപ ധനസഹായമായി നൽകാം എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ സമ്മതിച്ചില്ല. അതിനുശേഷമാണ് ആ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഈ പ്രതി ഈ വൈദികനെ കുത്തി പരിക്കേൽപ്പിച്ചത്. വലത് കൈക്കും വയറിനുമാണ് കുത്തേറ്റത്. എന്നാൽ പരിക്ക് ഗുരുതരമല്ല. പക്ഷേ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പെട്ടെന്ന് കത്തിയെടുത്ത് ആക്രമിക്കുകയായിരുന്നു. അവിടെ പെട്ടെന്ന് മാറിയതുകൊണ്ടാണ് വലിയ പരിക്കേൽക്കാതെ വൈദികൻ രക്ഷപ്പെട്ടത്. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്.